നമ്മുടെ ജീവിത വിജയത്തിന് പറ്റിയ ഒരു മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നതാണ്, വിജയകുമാരി എങ്ങാണ്ടെന്നാണ് ഒരു പേര്. അവർ ചോദിച്ചതാണ്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ വീട്ടുകാർക്ക് കുടുംബത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മന്ത്രം അങ്ങനെയുള്ള ഒരു മന്ത്രമാണ്. അതീവ ശക്തി ഉള്ള ഒരു മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആ മന്ത്രം ഏതാണെന്നറിയാൻ നമുക്ക് വീഡിയോ മുഴുവനും കാണാം. ജീവിതത്തിലെ ദുരിതങ്ങൾ, തീരാത്ത ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രശ്ന പരിഹാരമായിട്ട് ജ്യോതിഷനെ കാണാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ പല ആരാധനാലയങ്ങളിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് നമുക്ക് ദുരിതങ്ങളൊന്നും മാറുന്നില്ല. അവർക്ക് ഈ ഒരു മന്ത്രം വളരെയേറെ അനുയോജ്യമാണ്. ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നത് വളരെയേറെ വിശേഷണമാണ്. അവർക്ക് ജീവിത വിജയത്തിന്, ജീവിത മുന്നേറ്റം ഉണ്ടാകാൻ വളരെയേറെ നല്ലതാണ് ഈ ഒരു മന്ത്രം. അതുമാത്രമല്ല, വിദ്യാവിജയം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു മന്ത്രം ജപം വളരെയേറെ നല്ലതാണ്. നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ കൂടുന്ന സമയത്തൊക്കെ നമ്മൾ ജ്യോതിഷന്മാരെയൊക്കെ പോയി കാണുന്ന സമയത്ത് അവർ വഴിപാടൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളത് വഴിപാടുകൾ ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല, മുന്നേറ്റം ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു മന്ത്രം സ്ഥിരം ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുമാത്രമല്ല, നമുക്ക് പണം ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. പണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് നമ്മളെല്ലാവരും. അപ്പോൾ പണം ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങേറ്റവും ഇങ്ങേറ്റവും ഒക്കെ മുട്ടിക്കാൻ നോക്കിയിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടിക്കാൻ നോക്കിയിട്ടും അങ്ങൊന്നും എത്താതെ നമ്മൾ കിടന്ന് നട്ടോട്ടം ഓടുന്ന വ്യക്തികൾക്കും ഈ ഒരു മന്ത്രം വളരെയേറെ വിജയകരമായി മാറ്റാൻ ഈ ഒരു മന്ത്രം വളരെയേറെ സഹായിക്കും. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വലിയ ദേവീക്ഷേത്രങ്ങളിലൊക്കെ കലശ പൂജ ചെയ്യുന്ന സമയത്ത്, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഷ്പാഞ്ജലി ചെയ്യുന്ന സമയത്ത് 12 പേര് ചേർന്നിട്ട് ആ കലശത്തിന് ചുറ്റുമായി 12 പേര് ചേർന്നിട്ട് ഈ ഒരു മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. മന്ത്രം ഇതാണ്, ദ്വാദശാക്ഷരി മന്ത്രം. വളരെയേറെ ശക്തിയേറിയ ഒരു മന്ത്രമാണിത്. അപ്പോൾ 12 പേര് ചേർന്നിട്ട് 1000 ഉരു വെച്ച് പുഷ്പാഞ്ജലി ചെയ്യും. അതായത് 12,000 ഉരു പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അതിനുശേഷം ഈ ഒരു കലശത്തെ എടുത്ത് വിഗ്രഹത്തിൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചൈതന്യം, ആ ദേവീ ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. അതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ജീവിത വിജയത്തിന് പറ്റിയൊരു മന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രജപം ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് വളരെയേറെ വിശേഷണമാണ്. പ്രത്യേകിച്ച് പൗർണമി നാളിൽ, അതായത് വെളുത്ത വാവ് വരുന്ന ദിവസങ്ങളിൽ ഈ ജപം ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. ആ സമയത്ത് പൂർണ്ണമായ ഉപവാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതായത് ജലപാനം പോലും ഇല്ലാതെ ഈ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ വിശേഷണമാണ്. സാന്ദർഭികമായി ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ച തന്നെ പൗർണമിയും കൂടെ ഒത്തുചേർന്ന് വരും. ആ ഒരു ദിവസം ഈ ഒരു മന്ത്രത്തെ പൂർണ്ണമായും ഉപവാസം എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ ആ ജപിക്കുന്ന സാധകന് വളരെയേറെ വിശേഷണമാണ്. ജീവിത വിജയം കൂടുതലായി ഉണ്ടാകുന്നതാണ്. ജപിക്കേണ്ടുന്ന സമയം രാവിലെ ജപിക്കാം, വൈകുന്നേരവും ജപിക്കാം. ഉത്തമം രാവിലെ ജപിക്കുന്നതാണ്. ജപിക്കുമ്പോൾ രാവിലെയാണ് എങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക, വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക. ജപിക്കുന്ന സമയത്ത് സാധകൻ്റെ മുമ്പിൽ ഒരു നിലവിളക്ക് തെളിയിച്ചിട്ട് 7 തിരിയോ 5 തിരിയോ ഇണത്തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് തെളിയിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ജപം ചെയ്യുന്ന സാധകൻ ഒരു ആവണപ്പലകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ കമ്പിളിയോ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്ന് ജപിക്കുക. അതായത് ഭൂസ്പന്ദനം ഏൽക്കാതെ ജപിക്കുക എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ജപിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ഉറക്കെ ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. മനസ്സിന് ഏകാഗ്രത വന്നതിന് ശേഷം മനസ്സിൽ ജപിക്കാവുന്നതാണ്. സാധാരണ അഷ്ടാക്ഷരി, പഞ്ചാക്ഷരി, ഗായത്രിയൊക്കെ ജപിക്കുന്ന ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു മന്ത്രം അതിനോടൊപ്പം ജപിക്കാവുന്നതാണ്. യാതൊരു ഒന്നും തന്നെ ഇല്ല. ജപം ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും, അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നു. ഉപാസന എടുക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിത്യേന നമുക്ക് ഒരു 12 ഉരു ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 36 ജപിക്കാം, അല്ലെങ്കിൽ 54 ജപിക്കാം, അല്ലെങ്കിൽ 108 ജപിക്കാം, 336 ജപിക്കാം, 1008 ജപിക്കാം.
നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ജപിക്കാവുന്നതാണ്. നിത്യേന ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഉപവാസം എടുത്ത് ജപിക്കുമ്പോൾ, അതായത് പൗർണമി നാളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ജപിക്കുമ്പോൾ പൂർണ്ണമായും വ്രതശുദ്ധിയോടുകൂടി ജപിക്കുന്നത് വളരെയേറെ വിശേഷണമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഫലം അവർക്ക് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഈ ഒരു മന്ത്രം ജപിക്കുന്ന സാധകൻ സങ്കല്പിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് മന്ത്രം ജപിക്കുന്ന സമയത്ത് ദുർഗാദേവിയുടെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായി സങ്കല്പിച്ചു വേണം ജപിക്കാൻ. അതായത് അമ്മയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ സങ്കല്പിച്ചിട്ട് വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫലമുണ്ടാകുന്നു. മന്ത്രം ഇതാണ്: ഓം ദുർഗാദേവിയും ശരണമഹം പ്രപദ്ധ്യേ. ഒന്നുകൂടെ പറയാം: ദുർഗാദേവിയും ശരണമഹം പ്രപദ്ധ്യേ. ഓം ദുർഗാദേവിയും ശരണമഹം പ്രപദ്ധ്യേ. ഇതാണ് മന്ത്രം. ഈ ഒരു മന്ത്രം ജപിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് 100% ഫലം ഉറപ്പാക്കുന്ന ഒരു മന്ത്രമാണ്. എന്നോട് പലപ്പോഴും പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, അതായത് പല വഴിപാടൊക്കെ ചെയ്തിട്ടും എനിക്ക് ദുരിതങ്ങളും മരണങ്ങളൊന്നും മാറുന്നില്ല എന്ന് വരുന്ന വ്യക്തികൾക്കൊക്കെ അവരുടെ ഷീട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഞാൻ വീണ്ടും വഴിപാട് എഴുതി കൊടുക്കാറില്ല. അവരോട് ഞാൻ പറയുന്നത്, ഈ ഒരു മന്ത്രം, ഒരുപാട് മന്ത്രങ്ങൾ അവരവരുടെ സാന്ദർഭികമായിട്ടുള്ള അവരവരുടെ യോജിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊരു മന്ത്രമാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളിലൊരു മന്ത്രമാണ് ഈ ഒരു ദ്വാദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ജപിക്കുന്ന സാധകനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ഒരു ചെറിയ മനോഹരമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.